ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ ആംപ്ലിഫയർ ബോർഡായിട്ടാണ്. വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആംപ്ലിഫയർ ബോർഡാണ്. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യുവാണ്. ഇത് അൺബോക്സ് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കത്തി വെച്ച് അങ്ങോട്ട് ഒറ്റ കീറ് അൺബോക്സായി. അതിൻ്റെ കത്തിനങ്ങോട്ട് വലിച്ച് കുറച്ചൊക്കെ എടുക്കണം. അങ്ങോട്ട് വലിച്ച് കുറച്ചൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇതേ രണ്ട് കവറാണ്. അതിലൊന്ന് ഇതെന്ത് കുഞ്ഞൻ ബോർഡാണല്ലോ. ഈ കുഞ്ഞൻ ബോർഡാണ് നമ്മുടെ ബോർഡ്. സാധനം വേറൊന്നുമല്ല, TDA 2030A. അത് വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. ഇത് സിംഗിൾ പവർ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിത് വാങ്ങിക്കാനുള്ള കാരണം. ഇത് വളരെ ചെറിയൊരു ബോർഡാണ്. ഏറ്റവും ചെറിയ ആംപ്ലിഫയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 5 വോൾട്ട് മുതൽ ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഇത് 1 വാട്ട് ടു 18 വാട്ട് വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ബോർഡാണിത്. അപ്പോൾ സിമ്പിളാണ്, ചെറുതാണ്, ജാവയെ പോലെ തന്നെയാണ്. TDA 2030A എന്ന് പറഞ്ഞ ഒരു സങ്കരയിന ഐസിയാണ്. ഫ്രാൻസ് കമ്പനിയും ഒരു ഇറ്റലി കമ്പനിയും കൂടിയാണ് കൊളാബറേറ്റ് ചെയ്ത് ഉണ്ടാക്കിയൊരു ഐസിയാണ്. ഏകദേശം 20 വർഷത്തെ പാരമ്പര്യമുള്ളൊരു ഐസി ആയത്. ഇവൻ നല്ലൊരു അടിപൊളി ഒരു ആംപ്ലിഫയർ ബോർഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐസിയാണ്. ഏറ്റവും കുറഞ്ഞ ലെഗുകളേ ഉള്ളൂ, ആകപ്പാട് 5 ലെഗുകൾ ഇതിന്. അതുകൊണ്ട് തന്നെ നമുക്ക് കണക്ഷൻസിനൊക്കെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് 5 വോൾട്ടിൽ ആദ്യം തന്നെ വർക്ക് ചെയ്ത് കാണിക്കാം. ഞാനിതിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു 3 വാട്ട് 4 ഓംസിൻ്റെ ഒരു ചെറിയൊരു സ്പീക്കർ, പിന്നെ കൂടാതെ 2 വയറൊക്കെ ഇട്ട് എടുത്തേക്കുന്നതാണ്. പിന്നെ ഒരു 5 വോൾട്ടിൻ്റെ നമ്മുടെ മൊബൈൽ ചാർജറിൻ്റെ അഡാപ്റ്റർ. ജസ്റ്റ് 0.2 ആംപിയർ മാത്രമേ ഈ അഡാപ്റ്ററിന് വന്നുള്ളൂ. നമ്മൾ ഡെമോ ഇത് എത്ര വോൾട്ടിൽ കുറഞ്ഞാണ് വർക്ക് ചെയ്യുന്നത്, ഏറ്റവും കുറഞ്ഞ വോൾട്ടേജ് എത്രയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ. പിന്നെ ഒരു സ്റ്റീരിയോ പിന്ന്, അതിൻ്റെ സ്റ്റീരിയോ പിന്നിൻ്റെ സോക്കറ്റ് ജസ്റ്റ് ഒരു മോണോ ആയിട്ട് സോൾഡർ ചെയ്തെടുത്തിരിക്കുന്നതാണ്. പിന്നെ കണക്ഷൻസൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ അതിൽ തന്നെ എല്ലാം ഇൻപുട്ടും ഔട്ട്പുട്ടും പ്ലസ് ഓർ മൈനസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഇതിൽ എഴുതിയിട്ടുണ്ട് VCC, IN, അതായത് ഇൻപുട്ട്, പിന്നെ ഗ്രൗണ്ട് 2 അതിൽ VCCയിൽ നമ്മൾ 5 വോൾട്ടിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് 5 വോൾട്ടിൻ്റെ നെഗറ്റീവ് എടുത്ത് നമ്മൾ ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്യുന്നു. പവർ സപ്ലൈ കണക്ട് ചെയ്യുമ്പോഴേക്കും കഴിവതും ഷോർട്ടിംഗ് ഒന്നും ഇല്ലാതെ ചെയ്യാൻ നോക്കുക. ഷീൽഡ് വയർ ഉപയോഗിക്കുക, കോട്ടിങ് കൊടുക്കുക, ഇൻസുലേഷൻ കൊടുക്കുക, അതുപോലെയൊക്കെ വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിൽ കണക്ട് ചെയ്യാനുള്ള ഇൻപുട്ടാണ്, അതായത് ഓഡിയോ സിഗ്നലിൻ്റെ ഇൻപുട്ട്. അത് നമ്മൾ ഒരു സ്റ്റീരിയോ പിന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് മോണോ ആയിട്ടുള്ള സെറ്റിംഗ് മാത്രമേ എടുക്കുന്നുള്ളൂ, 1 സൈഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കാൻ പോകുന്നത്. അതിൽ പോസിറ്റീവായിട്ടുള്ളത്, അതായത് സിഗ്നലായിട്ട് വരുന്നത് ഇന്നിലും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രൗണ്ടായിട്ടും കണക്ട് ചെയ്യുക. നിഷ്പ്രയാസം ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സർക്യൂട്ടായിട്ടാണ് ഇത് ചെയ്തു വന്നിരിക്കുന്നത്. ഇതിൽ വേറെ എക്സ്ട്രാ ആയിട്ടൊന്നും ആഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. നമ്മൾ ആവശ്യമെങ്കിൽ ഒരു വോളിയം കൺട്രോൾ നമുക്ക് ഇൻപുട്ടിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി കണക്ട് ചെയ്യാനുള്ളത് സ്പീക്കറാണ്. സ്പീക്കർ കണക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വേറൊന്നുമല്ല, പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ പാടില്ല. സ്പീക്കറിൻ്റെ പോസിറ്റീവ് ലീഡ് ആംപ്ലിഫയറിൻ്റെ പോസിറ്റീവ് ലീഡിലേക്കാണ്, പോസിറ്റീവ് ഔട്ട്പുട്ടിലേക്ക് തന്നെ വേണം വരാനായിട്ട്. സിഗ്നൽ ഔട്ട്പുട്ട് പോസിറ്റീവിലേക്ക് തന്നെ വേണം വരാനായിട്ട്, അല്ലെങ്കിൽ സൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവും. മോണോ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വലിയ വ്യത്യാസം ഫീൽ ചെയ്യില്ല. സ്റ്റീരിയോ ആയിട്ട് ഉപയോഗിക്കുമ്പോഴേക്കും അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് അതിൽ ഫീൽ ചെയ്യും. കറക്റ്റ് ഔട്ട്പുട്ട് നമുക്ക് ക്ലിയർ ആവത്തില്ല. TDA 2030A എന്ന് പറയുന്ന ഈ IC-ആണ് ബ്രിഡ്ജ് ചെയ്തിട്ടൊക്കെ നമ്മൾ സബ് വൂഫറിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം 30 വാട്ടോളം ഔട്ട്പുട്ട് ബ്രിഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇത് നമുക്ക് മാക്സിമം സിംഗിൾ IC നിന്ന് കിട്ടുന്ന വാട്ടെന്ന് പറയാനായിട്ട് 18 വാട്ടാണ് മാക്സിമം കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ സെറ്റിംഗ് ഒക്കെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ഇൻപുട്ട്, ഒരു പവർ സപ്ലൈ, ഒരു സ്പീക്കർ, ഇത്രയാണ് നമ്മുടെ സെറ്റിങ്സിൽ വരുന്നത്. നമുക്ക് ഇനി ഓൺ ചെയ്ത് നോക്കാം. ഓൺ ആകുമ്പോൾ തന്നെ ഒരു റെഡ് ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ഓഡിയോ സിഗ്നൽ കൊടുത്തുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
ഇവിടെ ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് ഉണ്ട്, അത് വോളിയം കൺട്രോൾ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഫൈവ് വോൾട്ടിൽ ഒരു കാരണവശാലും ഇത് നല്ലൊരു ഔട്ട്പുട്ടല്ല തരുന്നത്. ഒരു വളരെ പതർച്ചയോട് കൂടിയ ഔട്ട്പുട്ടാണ്. ക്ലാരിറ്റി എന്ന് പറഞ്ഞത് വളരെ മോശമാണ് 5 വോൾട്ടിൽ കിട്ടുന്നത്. ഒരു കാരണവശാലും ഞാൻ 5 വോൾട്ട് യൂസ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. സിംഗിൾ പവർ സപ്ലൈ ആണെങ്കിൽ പോലും 9 വോൾട്ട് മിനിമം യൂസ് ചെയ്യുക. 9 വോൾട്ടിൽ അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് 9 വോൾട്ടിലുള്ള വർക്ക് എങ്ങനെയാണെന്ന് ഇപ്പോൾ കേൾപ്പിച്ച് തരാം. അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഞാനൊരു 4 ഇഞ്ചിൻ്റെ ഒരു ഊഫർ കണക്ട് ചെയ്ത് നോക്കി. അത്യാവശ്യം കേൾക്കാൻ ക്ലാരിറ്റിയുള്ള രീതിയിലുള്ള സൗണ്ട് തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിച്ചത്. അതുകൊണ്ട് നമുക്ക് റെക്കമെൻഡേഷൻ പറ്റുന്ന വോൾട്ടേജ് എന്ന് പറയുന്ന നേരത്ത് ഒരു ഗൈസ്, നമ്മുടെ വീഡിയോ ഇതോടെ ക്ലോസ് ചെയ്യുവാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നല്ല കമൻ്റ് അടിക്കുക. പോരായ്മകൾ എന്തെന്ന് നിങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഞാൻ അതനുസരിച്ച് എൻ്റെ അടുത്ത വീഡിയോയിൽ തിരുത്തുന്നതാണ്. താങ്ക് യു വെരി മച്ച്.